morning. Good morning, ma'am. Good morning, Miss. Good morning. Good morning. Okay, preventive measures അല്ലേ എടുത്തോണ്ടിരുന്നത്? ഹലോ മാം, ഇത് ചാപ്റ്റർ എത്രയാണെന്ന് മൊഡ്യൂൾ ഏതാണെന്ന് പറയോ? സ്റ്റഡി മെറ്റീരിയൽ ഇന്നലെയാണ് കിട്ടിയത്. ഇത് മൊഡ്യൂൾ 1 ചാപ്റ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ ഓക്കെ. ഓക്കെ, നമ്മളെ പ്രിവെന്റീവ് മെഷേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? കേൾക്കുന്നുണ്ടോ? യെസ്. ഓക്കെ, 4 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്സ് നോക്കാം. Nurses sensitive to natural rubber latex. Nurses sensitive to natural rubber latex must use non-latex or powder-free latex gloves and avoid contact with other latex products. Chapter 14. നമ്മളിത് എടുത്ത് തീരാറായ ചാപ്റ്റർ ആണ്. വന്നിട്ട് ഇപ്പം ചാപ്റ്റർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങള് എന്താണ് പോയിന്റ്സിൽ പറയുന്നത്? Nurses sensitive to natural rubber latex must use non-latex or powder-free latex. നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് തരത്തിലുള്ള കയ്യുറകളാണ് ഉപയോഗിക്കുന്നത്? ഏത് തരത്തിലുള്ള കയ്യുറകളാണ്? റബ്ബർ ടൈപ്പിലുള്ള ഒരു പൗഡർ ഉണ്ടാവും. നമ്മള് ഗ്ലൗസുകൾ കണ്ടിട്ടില്ലേ? ചില ഗ്ലൗസുകൾ ഇടുമ്പോൾ എന്താണ് അതിലൊരു പൗഡർ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പൊ ഒരു വേലക്കണ്ണുള്ള ഒരു പ്രതലത്തിൽ കണ്ടിട്ടുണ്ടോ? യെസ്. അതെന്താണ്? അത് ചിലർക്ക് എന്താണ് അത് ഇൻഫെക്ഷൻസ്, അത് അലർജി ഉണ്ടാക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ എന്താ ചെയ്യേണ്ടത്? പൗഡർ ഫ്രീ ആയിട്ടുള്ള ലാറ്റക്സ് ഗ്ലൗസുകൾ ധരിക്കുക എന്നതാണ് അവിടെ പറയുന്നത്. എന്താണ്? നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് ഉപയോഗിക്കാൻ പറ്റാത്തവര് പൗഡർ ഫ്രീ ആയിട്ടുള്ള കയ്യുറകള് ഉപയോഗിക്കുക. നമ്മൾ തിയേറ്ററിലെ ഒരു ബ്ലൂ കളറിലെ ഗ്ലൗസ് കണ്ടിട്ടുണ്ടോ? ബ്ലൂ കളറിലെ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററിലാണ് അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ബ്ലൂ കളറിൽ അതിലെന്തായിരിക്കും? പൗഡർ ഫ്രീ ആയിരിക്കും. യാതൊരുവിധ പൗഡേഴ്സ് ഒന്നും അതില് ഉണ്ടായിരിക്കില്ല. നാച്ചുറൽ റബ്ബർ ലാറ്റക്സിലാണെങ്കിലോ പൗഡർ ഉണ്ടായിരിക്കും. അത് ചിലർക്ക് സ്കിന്നിന് അലർജി ഉണ്ടാക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവര് പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസുകള് ധരിക്കുക എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Follow established and appropriate infection control precautions assuming blood body fluids. എന്താണ് പറയുന്നത്? ഫോളോ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അസ്യൂമിംഗ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ്. എന്താണ്? ഒരു തിയേറ്ററിലായിരിക്കുമ്പോൾ തന്നെ എന്താണ് ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നവരുടെ മേലെ ആകാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലെ? ശരീരത്തിലാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നും എന്താണ് പ്രിക്കോഷൻസ് എടുത്തിരിക്കുന്നത്? അതിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കുക. അതായത് ബ്ലഡും ബോഡി ഫ്ലൂയിഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മള് ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യുന്നു? ഇത്തരത്തില് ബ്ലഡ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു? വാഷ് ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള വാഷിങ്ങിലൂടെ ഇത്തരത്തിലുള്ള ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സുകള്
ഇൻഫെക്ഷൻ ഇല്ലാണ്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള പ്രിക്കോഷൻസ് എടുക്കുക. ദെൻ വാഷ്, അതുമായി റിലേറ്റഡ് തന്നെ അടുത്ത പോയിന്റ് നോക്കി. വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫേസസ് ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ്. എന്താണ് പറഞ്ഞത്? നമ്മള് ഹാൻഡ് സ്ക്രബ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ? എങ്ങനെയാണ് സ്ക്രബ് ചെയ്യാൻ പറഞ്ഞത്? എന്ത് ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്യണം കൈകള്? എന്ത് ഉപയോഗിച്ചുകൊണ്ടാണ് കൈകൾ സ്ക്രബ് ചെയ്യേണ്ടത്? യെസ്, സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള ബ്ലഡും അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ എന്ത് ചെയ്യുക? വാഷ് ചെയ്യുക. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് സ്ക്രബിങ് ഇവിടെ ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിൽ ഇൻഫെക്ഷൻസ് തടയാനായിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, then provide lifting aid for the lifting and the shift of heavy patients. Consult an occupational safety specialist on the safe handling of heavy patients. എന്താണ് അവിടെ പറയുന്നത്? ഒരു തിയേറ്ററിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ ഭാരമുള്ള ഒരുപാട് വെയിറ്റ് ഉള്ള പേഷ്യൻസിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് സ്ട്രക്ചറിലേക്കും വീൽ ചെയറിലേക്കും മാറ്റുന്ന സമയത്ത് എന്താണ്, അത് കൃത്യമായ രീതിയിൽ മാറ്റിയില്ലെങ്കിൽ അവര് അതിൽ നിന്ന് താഴെ വീഴാനുള്ള ചാൻസസ് ഉണ്ടാകും. അപ്പോ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ധാരണ ഉണ്ടായിരിക്കും. അതായത് ഒരു ഒക്യുപ്പേഷൻ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട്, ഒരു ഉദ്യോഗസ്ഥന് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമ്മളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കും. ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഹെവി പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ആവശ്യമുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. കൃത്യമായി ഉപയോഗിക്കാനായിട്ട് പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും പേഷ്യന്റ് എന്താണ് താഴെ വീഴാനുള്ള ചാൻസസ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ഹെവി പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഓക്യുപ്പേഷൻ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിൽ നിന്നും കൃത്യമായ അറിവുകൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമേ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് പോയിന്റ്, ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്. പിന്നെ എന്തൊക്കെ പ്രിവെൻഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്? ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്. അതായത് അനസ്തെറ്റിക്കിൽ നിന്നും ഓക്സിജൻ ഗ്യാസേജിൽ നിന്നൊക്കെ എന്താണ് ലീക്കേജുകൾ ഉണ്ടാകുന്നത്, വാതകങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ചകൾ, വാതക ചോർച്ച ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള ലീക്കേജുകൾ ഉണ്ടെങ്കിൽ അത് വൻ അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇത്തരത്തിൽ നിന്നും ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്, ഇത്തരത്തിലുള്ള അനസ്തേഷ്യൻ ഗ്യാസുകളിൽ നിന്നും അതുപോലെ തന്നെ ഓക്സിജൻ ഗ്യാസിലും ലീക്കേജുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അനസ്തെറ്റിക് ഗ്യാസ് എന്താണെന്ന് അറിയാം. ഓപ്പറേഷൻ ടൈമിൽ നമ്മൾ സഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ? നൈട്രിക് ഓക്സൈഡ്, പിന്നെന്താണ് ഹാലോതെയ്നൊക്കെ, അതാണ് ഇതിൽ വരുന്നത് അനസ്തെറ്റിക് ഗ്യാസുകളിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഓക്സിജൻ ഗ്യാസുകൾ, ഇതിൽ നിന്നും യാതൊരുവിധ ലീക്കേജുകളും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. എന്താണത് കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ? കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ പറഞ്ഞേ. ലാസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് പറയാലോ. എന്തിൽ നിന്നാണ് കൺട്രോൾ ചെയ്യേണ്ടത്? നമ്മളെല്ലാ ഹോസ്പിറ്റലുകളിലും കണ്ടിട്ടുണ്ട് അല്ലേ? ഒരു സംഭവം കണ്ടിട്ടില്ലേ? ഫ്ലെക്സ് കണ്ടിട്ടില്ലേ? ഫയർ എക്സിറ്റ്. എന്തിനു വേണ്ടി ഫയർ എക്സിറ്റ് എന്ന് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്? റെഡ് കളറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഫയർ എക്സിറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ഫയർ ഉണ്ടായാലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ തിയേറ്ററിലും എന്താണ് ഇത്തരത്തില് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫയർ സംവിധാനങ്ങളിലും കൺട്രോൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോ ഇതാണ് പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതില്?
സംശയമുണ്ടോ? എല്ലാ പോയിന്റ്സും ക്ലിയർ ആണോ? ഒന്നുകൂടി ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? സമയം കളയണ്ടല്ല എന്നോർത്ത് ചോദിക്കുന്നതാണ്. യെസ്. ദെൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ പറഞ്ഞ പോയിന്റ് തുടങ്ങിയാണ്. Nurses sensitive to natural rubber lactose must use non-lactose or powder-free lactose gloves. അതായത് നാച്ചുറൽ റബ്ബർ ലാക്ടസ് ഗ്ലൗസ് ഉപയോഗിക്കാൻ പറ്റാത്തവര്, അതിൽ നിന്ന് എന്താണ് ഒരു പൗഡർ ഉണ്ടാവും അതില്. ആ പൗഡർ ചില നഴ്സസിന് എന്താണ് സ്കിന്നിന് അലർജി ഉണ്ടാവും, സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് അലർജി ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ നോൺ ലാക്ടിക്സ് ആയിട്ടുള്ള, അതായത് പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസുകൾ ധരിക്കുക എന്നാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? ഈ ബ്ലഡ് ഫ്ലൂയിഡ്സിൽ നിന്നും അതുപോലെ ഗ്ലോയി ഫ്ലൂയിഡ്സിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രിക്കോഷൻസ് എടുക്കുക. അതായത് ഹാൻഡ് സ്ക്രബ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ പ്രൊവൈഡ് ലിഫ്റ്റിംഗ് എയ്ഡ്സ് അതെന്ന് പറയുന്നത് എന്താണ്? ഭാരമുള്ള രോഗികളെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഹെവി പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അത് ആ സ്ട്രക്ചറിലേക്ക് വീൽ ചെയറിലേക്ക് മാറ്റുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മാറ്റിയില്ലെങ്കിൽ എന്താണ് അവർ ആ പേഷ്യൻസ് താഴെ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് ഒരു ഒക്യുപ്പേഷൻ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിൽ നിന്ന് നമ്മൾ അതിനെക്കുറിച്ച്, അതെങ്ങനെയാണ് ഒരു പേഷ്യന്റിനെ സ്ട്രക്ചറിലേക്ക് വീൽ ചെയറിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ് പേഷ്യന്റ് താഴെ വീഴാനുള്ള ചാൻസസ് ഉണ്ടാവുന്നു. ദെൻ ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്, ഏതെങ്കിലും തരത്തിലുള്ള വാതക ചോർച്ചകൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ദെൻ കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ, ഫയർ ഡേഞ്ചറിൽ നിന്നുള്ള കൺട്രോൾസ് 3, 4, 5 3 ഏതാ? ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ആണോ ചോദിക്കുന്നത്? അതെന്തിനാണ്? തിയേറ്ററിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷോക്കുകൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുവേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ട് ആണ്, ഒരു ഡിവൈസ് ആണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്റർപ്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ 4 എന്താണ്? റേഡിയേഷൻ ഡോസിമീറ്റർ. എന്താണ്? റേഡിയേഷനിൽ നിന്നുള്ള വികിരണങ്ങളിൽ നിന്നുള്ള എക്സ്പോസർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നഴ്സുമാർ അവിടെ ഹോസ്പിറ്റൽ പേഴ്സൺസ് വെയർ ചെയ്യുന്ന ഒരു ബാഡ്ജ് ആണ്. എന്ത് ബാഡ്ജ്? അതർ ടൈപ്പ് ആണ് എന്ത് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് റേഡിയേഷനിൽ നിന്നുള്ള എക്സ്പോസർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെയർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഡോസിമീറ്റർ. ഇനി എന്താണ്? 7-മത്തെയോ? Establish an appropriate infection control precaution assuming blood and body fluids. എന്താ പറയുന്നത്? ഒരു പേഷ്യന്റ് നമ്മൾ തിയേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ശരീരത്തിലാവാനും കൈകളിലാവാനും ചാൻസസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കൺട്രോൾ ചെയ്യുന്ന പ്രിക്കോഷൻസ് എടുത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് എന്ത്, അതിനുവേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഹാൻഡ് സ്ക്രബ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക. പിന്നെ എന്താണ് ഇതുപോലത്തുള്ള ബ്ലഡ്സ് ഒക്കെ എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ ചെയ്താൽ ഇത്തരത്തിൽ ബ്ലഡ് ഫ്ലൂയിഡ്സ് ഒന്നും നമ്മളുടെ ശരീരത്തിൽ ആവാൻ ചാൻസസ് കുറവാണ് അല്ലെ. ഈ എന്താണ് നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ് സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടാവണം. PP വെയർ ഇട്ടിട്ടുണ്ടാവണം. ഗൗൺസ് ഇല്ലേ അതൊക്കെ ഇട്ടിട്ടുണ്ടാവണം. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ബ്ലഡ് ഫ്ലൂയിഡ്സ് ഒന്നും നമ്മുടെ ശരീരത്തിൽ ആകില്ല. ഓക്കെ. അപ്പൊ അത്തരം പ്രിക്കോഷൻസ് എടുത്തിരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ. ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടാവും? സംശയമില്ലല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ സ്രവങ്ങൾ, ശരീരസ്രവങ്ങളൊക്കെ ഇല്ലേ, ചിലർ വോമിറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് വിസർജ്യ വസ്തുക്കൾ, അതൊക്കെ
ഫ്രൂട്ട്സുകൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും എന്താ പറയാ, പഴുപ്പൊക്കെ ഉള്ള രോഗികളാണെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നല്ല ഫ്രൂട്ട്സ് പോകാനായിട്ട് ചാൻസസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ്, അത് ട്രീറ്റ് ചെയ്യുന്ന ആളുടെ ശരീരത്തിലേക്ക് പകരാനും ചാൻസസ് ഉണ്ട്, കയ്യിലേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ടാകുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ് ഒക്കെ ധരിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, the emergency equipment associated duties are. നെക്സ്റ്റ് പോർഷൻ ആണ് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ്. അടിയന്തര ഉപകരണങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ്? ഒരു തിയേറ്ററിൽ ഉണ്ടാകുന്ന എക്യുപ്മെന്റ്സിന്, എമർജൻസി എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. കാർഡിയാക് ട്രോളി വിത്ത് defibrillator has to be freely available. Cardiac trolley with defibrillator. എന്താണ് defibrillator? എന്ത് വേണ്ടിയിട്ടാണ്? ഹാർട്ട് ബീറ്റ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, കാർഡിയാക് അറസ്റ്റ് വരുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്ത്, ഡെഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഒരാളുടെ ഹാർട്ട് നിലയ്ക്കുന്ന സമയത്ത് ഡോക്ടർ ഇങ്ങനെ ഒരു വലിയ മെഷീൻ വെച്ചിട്ട് നെഞ്ചിൽ ഇങ്ങനെ വെച്ചടിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? യെസ്, അതാണ് എന്താ ഡെഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഹാർട്ട് ബീറ്റ്സ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു മെഷീൻ ഉപയോഗിക്കുന്നത്. ഏതൊരു സമയത്ത്? കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ഹൃദയം നിലച്ചു വരുന്ന ഒരു അവസ്ഥ വന്നാല് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്താ, ഡെഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഉപകരണം, ഒരു ഡെഫിബ്രിലേറ്റർ എന്താണ്, ഈസ് റീഡ്ലി അവൈലബിൾ, എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ലഭ്യമാവുന്ന തരത്തില് ഹോസ്പിറ്റലില് ഓപ്പറേഷൻ തിയേറ്ററിലെ എക്യുപ്മെന്റ്സ് ആ സ്റ്റോറില് കൃത്യമായ രീതിയിൽ അത് ഉണ്ടായിരിക്കണം, എളുപ്പത്തിൽ അത് അവൈലബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഇത് തോന്നിയ സ്ഥലത്തൊന്നും കൊണ്ടുപോയി വെക്കാൻ പറ്റുമോ? ഇല്ല. എമർജൻസി കെയർ ഉള്ള സമയത്ത് അതിന് വേണ്ട എക്യുപ്മെന്റ്സുകൾ തൊട്ടടുത്ത് തന്നെ എളുപ്പത്തിൽ ലഭ്യമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, second point, do all personnel know its location? Do all personnel know its location? Personnel എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥരാണ് അല്ലെ, വർക്കേഴ്സിനാണ്, തിയേറ്റർ വർക്കേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, സ്റ്റാഫുകൾ. യെസ്, അവർ എന്തറിഞ്ഞിരിക്കണം? എമർജൻസി എക്യുപ്മെന്റ്സുകൾ എവിടെയാണ്, അതിന്റെ ലൊക്കേഷൻസ് എവിടെയാണെന്നുള്ളത് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് തിയേറ്ററിൽ കിടന്നൊന്നും തപ്പാൻ പറ്റുമോ? യെസ്, ലൊക്കേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ പ്ലേസിലാണ് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ഡോക്ടറും നഴ്സുമാരും കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ ഉദ്യോഗസ്ഥരെയാണ് അല്ലെ, തിയേറ്റർ ഉദ്യോഗസ്ഥരെയാണ്. ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സും നഴ്സിംഗ് സ്റ്റാഫുകളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ അത്? Third point, specific duties of each person to be performed in connection with emergency equipment, checking of medicines which are expired and preventive maintenance of equipments. എന്താണ് പറയുന്നത്? ഈ ഇത്തരത്തിലുള്ള എമർജൻസി എക്യുപ്മെന്റ്സുകൾ അല്ലെ, അതിനെല്ലാം തന്നെ എന്താണ്, അതിന്റെ മെയിൻ്റെനൻസ്, അത് എക്സ്പയറി ഡേറ്റുകൾ കഴിഞ്ഞ് എക്സ്പയർഡ് ആണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മെയിൻ്റെനൻസ് വേണോ എന്നുള്ളത് എല്ലാ പേഴ്സൺസും, ഹോസ്പിറ്റലിൽ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പേഴ്സൺസും എന്താണ്, അത് അവരുടെ ഡ്യൂട്ടിയാണ്. അതിൽ എക്സ്പയർഡ് കഴിഞ്ഞതാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മെയിൻ്റെനൻസ് വേണോ എന്നുള്ളത് പ്രത്യേകമായി ചെക്ക് ചെയ്തിരിക്കണം. ഇന്ന് ഉപയോഗിച്ച സാധനം നാളെ ചിലപ്പോൾ ഉപയോഗിക്കുന്ന ടൈമിൽ നാളെ അല്ല നോക്കേണ്ടത്, ഉപയോഗിച്ചതിന് ശേഷവും ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ടും തന്നെ അത് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, എക്യുപ്മെന്റ്സുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താണ്, എമർജൻസി സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓരോ
പേഴ്സൺസിന്റെയും ഡ്യൂട്ടിയാണ്, സ്പെസിഫിക് ആയിട്ടൊരു ഡ്യൂട്ടിയാണ് എല്ലാ എക്യുപ്മെന്റ്സുകളും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല, എന്തെങ്കിലും മെയിൻ്റെനൻസ് വേണോ അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റ് ഡ്യൂട്ടീസ് ആർ, അടിയന്തര ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ചുമതലകളാണ് എന്തൊക്കെ? കാർഡിയാക് ട്രോളി വിത്ത് ഡെഫിബ്രിലേറ്റർ. ഡെഫിബ്രിലേറ്റർ എപ്പോഴും അവൈലബിൾ ആയിട്ട് തന്നെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, അവൈലബിൾ ആയിരിക്കണം അല്ലെ. എന്തിനാണ് ഒരു പെട്ടെന്ന് ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലൊരു എക്യുപ്മെന്റ് അവിടെ എത്രയും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം. Then do all personnel at location. ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും നഴ്സിനും തന്നെ ഏതെല്ലാം എക്യുപ്മെന്റ്സുകൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ്, ഏതെങ്കിലും ഉപകരണങ്ങൾക്ക് എക്സ്പേർട്ട് ആയോ മെയിൻ്റനൻസ് വേണോ എന്ന് വ്യക്തമായ രീതിയിൽ, ഏതെങ്കിലും ഉപകരണം എന്ന് പറഞ്ഞാൽ എന്താണ്, എമർജൻസി ഉപകരണങ്ങൾ, എമർജൻസി എക്യുപ്മെന്റ്സിന് ഏതെങ്കിലും തരത്തിലുള്ള മെയിൻ്റനൻസ് വേണോ എക്സ്പേർട്ട് ആണോ എന്ന് എല്ലാ പേഴ്സൺസും ചെക്ക് ചെയ്തിരിക്കേണ്ടത് അവരുടെ പ്രത്യേക ഡ്യൂട്ടികളിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, ക്ലിയർ ആണോ ഈ 3 പോയിന്റ്സ്? ക്ലിയർ ആണോ? ഓക്കെ. Then administration must involve standard policies for protection of patients in operation theatre. അടുത്ത ഭാഗം ഒന്ന് നോക്കിയേ. Administration must involve standard policies for protection of patients in operation theatre. എന്താണ്? തിയേറ്ററിൽ രോഗികളുടെ സംരക്ഷണത്തിനുള്ള പോളിസികൾ എന്തൊക്കെയാണ്? ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന രോഗികളുടെ ഏതെല്ലാം തരത്തിലുള്ള പ്രൊട്ടക്ഷൻസ് ആണ് അവർക്ക് ആവശ്യമായിട്ട്, ഏതൊക്കെ സ്റ്റാൻഡേർഡ് പോളിസീസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കണം? തിയേറ്ററിലെ രോഗികളുടെ സംരക്ഷണത്തിനുള്ള സ്റ്റാൻഡേർഡ് പോളിസികൾ എവിടെ ഉൾപ്പെടുത്തിയിരിക്കണം എന്നാണ് പറയുന്നത്? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ മസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ഏതൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഒരു തിയേറ്ററിലെ രോഗിയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം കാര്യങ്ങളാണ് ആ പോളിസിയിൽ ഉൾപ്പെടുത്തേണ്ടത്? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. ഒരു പേഷ്യന്റിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ്? അതിന്റെ ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് വഴി അല്ലെ. ID കാർഡും അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സിൽ ആ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, നെയിം, സെക്സ്, ഏജ്, ഏത് രോഗാവസ്ഥയാണ്, ഏത് ഡോക്ടറെയാണ് കാണുന്നത്, ദെൻ ഹോസ്പിറ്റൽ നമ്പർ, ദെൻ അദ്ദേഹത്തിന്റെ അഡ്രസ്, ദെൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മരുന്നുകള്, ദെൻ ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇതിലുണ്ടാകും. ദെൻ ഈ മെഡിക്കൽ ഇമാജിനിങ് റിപ്പോർട്ട്സുകള്, മറ്റ് ലാബ് റിപ്പോർട്ട്സ് എല്ലാം തന്നെ ഒരു മെഡിക്കൽ റെക്കോർഡിൽ, ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടായിരിക്കും. ആ മെഡിക്കൽ റെക്കോർഡ് തന്നെ എവിടെ ഉണ്ടായിരിക്കും? തിയേറ്ററിന്റെ അകത്തത് ഉണ്ടായിരിക്കും. ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസുകളും എവിടെ ഉണ്ടായിരിക്കും? ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Then second point, restraining of patient during movement. Restraining of patient during movement. എന്താണ് ഡീസ്ട്രെയിൻ എന്ന് പറഞ്ഞാല്? ഒരു തിയേറ്ററില് ഒരു രോഗിയുടെ മൂവ്മെന്റ്സുകൾ, ചലന മൂവ്മെന്റ്സുകൾ അല്ലെ, ചലന സമയത്ത് രോഗിയുടെ നിയന്ത്രണം എങ്ങനെയായിരിക്കണം? എങ്ങനെയായിരിക്കാം? എങ്ങനെയായിരിക്കും ഒരു പേഷ്യന്റിന്റെ മൂവ്മെന്റ്? അതായത് സഡേഷനിൽ നിന്നും പെട്ടെന്ന്, സഡേഷൻ കൊടുത്ത പേഷ്യന്റ് ആണെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ആയതിനു ശേഷം അയാൾ എന്താണ് അൻപാരിക്കാൻ കാണിക്കുന്നത്, പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പരിഭ്രാന്തനാവാനായിട്ട് ചാൻസസ് വരുന്നു അല്ലെ. പെട്ടെന്ന് തന്നെ എന്താണ്
അബ്നോർമാലിറ്റീസ് കാണിച്ചിരിക്കാം അല്ലെ. പാനിക് ആവും ആള്. യെസ്, എന്താണ് അബോധാവസ്ഥയിൽ നിന്നും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റതിന് ശേഷം എന്താണ് അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു നോർമൽ അല്ലാത്ത രീതിയിൽ ചിലപ്പോൾ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കാം അല്ലെ. ഓക്കെ, അതെന്താണ് ആ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു എന്താണ് അദ്ദേഹം പെട്ടെന്ന് എന്താണ് അതിൽ നിന്ന് ആ ഒരു സെഡേഷനിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് പഴയ കാര്യങ്ങളൊന്നും ചിലപ്പോ പെട്ടെന്ന് ഓർമ്മയിൽ വരണമെന്നില്ല. അപ്പൊ എന്താണ് ആ സമയത്ത് ഒരു പ്രത്യേകതരം മൂവ്മെന്റ്സുകളായിരിക്കും. ചിലപ്പോൾ എന്താണ് ബഹളം വെക്കാം, അബ്നോർമൽ ആയിട്ട് പെരുമാറാം, എന്താണ് ഹോസ്പിറ്റൽ നഴ്സിംഗ് സ്റ്റാഫുകളെ ചിലപ്പോൾ ഉപദ്രവിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ആ ഒരു ടൈമിൽ നടക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് അത്തരം മൂവ്മെന്റ്സുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അത് നിയന്ത്രിക്കാനുള്ള നടപടിക്രമങ്ങള് കൃത്യമായിട്ട് പാലിക്കുക. അതായത് എന്താണ് രോഗിയെ കൃത്യമായ രീതിയിൽ എന്താണ് ലോക്ക് ചെയ്യുക. നമ്മൾ തിയേറ്ററുകളിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ കിടക്കുന്ന പേഷ്യന്റിന് 2 ജാക്കറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരിക്കുന്നത്, കൈയും കാലുകളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് അബ്നോർമാലിറ്റീസ് ഒന്നും കാണിക്കാതിരിക്കാൻ, ചാടി എഴുന്നേറ്റൊന്നും ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കെട്ടിയിരിക്കുന്നത്. ഓക്കെ, അല്ലെ ചിലപ്പോ ഇൻ കേസ് നഴ്സസിനെ ഉപദ്രവിക്കാം അല്ലെ, കടിക്കാനോ മുറിവേൽപ്പിക്കാനോ ഒക്കെ അവർ ചിലപ്പോൾ ശ്രമിച്ചെന്ന് വരാം. ഓക്കെ, മനസ്സിലായോ? എന്താണ് ചലന സമയത്ത് രോഗിയുടെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. Then protection of patients on operating table while turning or transferring. Protection of patients on operating table while turning on or transferring. എന്താണ് ഒരു പേഷ്യന്റിനെ ഓപ്പറേറ്റിംഗ് ടേബിളിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ് ആള് ചിലപ്പോൾ താഴെ വീഴാനായിട്ട് ചാൻസസ് ഉണ്ട്. അത് നമ്മൾ സ്ട്രക്ചറിലേക്കും വീൽ ചെയറിലേക്കും മാറ്റുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ നോക്കിയില്ലെങ്കിൽ എന്താണ് ടേൺ ചെയ്യുന്ന ട്രാൻസ്ഫർ, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന വാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഓപ്പറേറ്റിംഗ് ടേബിളിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ പേഷ്യന്റ് ചിലപ്പോൾ താഴെ വീഴാനും ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ് എന്താണ്? ഇത്തരം പേഷ്യൻസിന് അണുബാധ തടയുന്നതിൽ നിന്നുള്ള പ്രത്യേക പ്രോട്ടോകോൾസുകൾ ഫോളോ ചെയ്യണം. പേഷ്യന്റിന് സർജറിക്ക് ശേഷം തിയേറ്ററിനകത്ത് വെച്ച് യാതൊരുവിധ ഇൻഫെക്ഷൻസും പകരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രോട്ടോകോൾസുകൾ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ എന്തൊക്കെ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യണം? ഒരു പേഷ്യന്റിന് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ എന്തെല്ലാം പ്രോട്ടോകോൾസ് നമ്മൾ ഫോളോ ചെയ്യണം? അധികം സന്ദർശകരെ ഒന്നും തന്നെ എന്താണ് സന്ദർശകരെ അനുവദിക്കില്ല. അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റിന് കൃത്യമായ രീതിയിൽ എന്താണ് ഇൻഫെക്ഷൻസ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുള്ള പ്രോട്ടോകോൾസ് പ്രത്യേകമായിട്ട് പേഷ്യന്റിനെ ക്ലീൻ ചെയ്യുന്നതിന്, മുറിവുകൾ ഉണ്ടായാൽ ആ ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ അതിൽ അവരെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവണം. ഓക്കെ, യെസ്, വെരി ഗുഡ്. മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ടാകാം, മാസ്ക് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്, അതായത് അണുബാധ, ഒരു പേഷ്യന്റിന് അണുബാധ തടയുന്നതിനായിട്ടുള്ള എല്ലാ പ്രോട്ടോകോൾസും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ഒരു രോഗിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഒന്നുകൂടി നോക്കിയേ, മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. എന്താണ് രോഗിയെ തിരിച്ചറിയുന്നതിനുള്ള രീതികൾ? അതെന്തൊക്കെയാണ്? പേഷ്യന്റിന്റെ ID, മെഡിക്കൽ റെക്കോർഡ്സ്, ഇവ രണ്ടും ഉപയോഗിച്ചിട്ടാണ് ഒരു പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ റിസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്, അതായത് ചലന സമയത്ത് രോഗികളുടെ നിയന്ത്രണം. അബ്നോർമാലിറ്റൈസ് ആയിട്ടുള്ള കാര്യങ്ങള് ഒരു സർജറിക്ക് ശേഷം ചിലപ്പോൾ രോഗിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ നഴ്സുമാരെയോ ഡോക്ടേഴ്സിനൊക്കെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവർ കാണിച്ചെന്നിരിക്കാം. അപ്പോൾ അതിൽ നിന്ന്
എന്താണ് നിയന്ത്രിക്കാൻ കൺട്രോൾ ചെയ്യുന്ന മെഷേഴ്സുകൾ എന്താണ് ഉപയോഗിക്കുക. എന്താണ് രോഗിയെ കെട്ടിയിടുക എന്ന് വെച്ചാൽ എന്താണ് പ്രത്യേക ജാക്കറ്റ്സുകൾ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാണ്, കൈകാലുകൾ ബന്ധിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ്? അവരെ എഴുന്നേറ്റ് പോവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രൊട്ടക്ഷൻ പേഷ്യൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് ടേബിൾ ബൈ ടേണിംഗ് ഓഫ് ട്രാൻസ്ഫർ. എന്താണ് ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് രോഗി വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്ട്രക്ചറിലേക്ക് മാറ്റുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ തന്നെ, അതായത് നമ്മൾ സാധാരണ ഒരാളെ ബെഡിലേക്ക് മാറ്റുന്ന പ്രൊസീജിയർ അല്ല, അതിന് പ്രത്യേകമായ ഒരു സ്റ്റൈലുണ്ട്. ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു രീതിയിലാണ്. അവരതിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് അത് കൃത്യമായി അറിയാൻ സാധിക്കും. അപ്പൊ ആ രീതി പിന്തുടർന്നില്ലെങ്കിൽ എന്താണ് പേഷ്യന്റ് ചിലപ്പോൾ താഴെ വീഴാനായിട്ട് ചാൻസസ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഹെവി പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. എന്തുകൊണ്ടാണ്? അവരുടെ ഭാരം ചിലപ്പോൾ നമുക്ക് താങ്ങിയെന്ന് വരില്ല, താങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്താണ് കയ്യിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതിന് പ്രത്യേക പ്രൊസീജിയർ ഉണ്ടായിരിക്കാം, പ്രത്യേക ഒരു രീതിയിലായിരിക്കാം ഒരു പേഷ്യന്റിന്റെ ആദ്യം ചിലപ്പോ പെട്ടെന്ന് കാലായിരിക്കും എടുത്ത് വെക്കുന്നതല്ല, തലഭാഗമായിരിക്കും കൃത്യമായി വെക്കുന്നത്. ദെൻ ഓരോ ഭാഗങ്ങളും കൃത്യമായി കയറുന്നുണ്ടെന്ന് നോക്കിയിട്ടായിരിക്കാം ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം എന്താണ് പെട്ടെന്നൊന്ന് വലിച്ച് അങ്ങനെ മാറ്റിയിട്ടാൽ ചിലപ്പോൾ പേഷ്യന്റ് താഴെ വീഴാനായിട്ട് ചാൻസസ് ഉണ്ടാവും. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നു. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്. പേഷ്യൻസിന് യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും വരാൻ പാടില്ല. അപ്പൊ അതിനുള്ള പ്രത്യേക പ്രോട്ടോകോൾസുകൾ ഉപയോഗിക്കണം. ആണോ? എന്താ പേര്? രാധിക ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, രാധികക്ക് അറിയാലോ. അപ്പൊ എന്താണെന്ന് ശരിക്കും പറയുന്ന ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്ന പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. ഭയങ്കര ഭാരമായിരിക്കും അവർക്ക് അല്ലെ. ആ വെയിറ്റ് താങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. യെസ്. ഇനി റിക്കവറി റൂമിൽ എന്തൊക്കെയായിരിക്കണം? ഒരു റിക്കവറി റൂമിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കണം? Patient observation to be performed every 50 minutes after the surgery. ഒരു പേഷ്യന്റിനെ സർജറിക്ക് ശേഷം ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിക്കവറി റൂമിലേക്ക് മാറ്റുന്നത് അല്ലെ. ഓക്കെ, അപ്പോ എന്താണ് ചെയ്യേണ്ടത്? 50 മിനിറ്റ്സ് സർജറിക്ക് ശേഷമുള്ള 15 മിനിറ്റും എന്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം? വൈറ്റൽ സൈൻസ്, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് ബ്ലീഡിംഗ് എക്സെട്ര. ഒരു പേഷ്യന്റിനെ സർജറിക്ക് ശേഷം റിക്കവറി റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒബ്സർവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വൈറ്റൽ സൈൻസ്? വൈറ്റൽ സൈൻസ് നമ്മൾ പഠിച്ചതാണല്ലോ. ബയോമെട്രിക് വാല്യൂസുകൾ നമ്മൾ പഠിച്ചില്ല. വൈറ്റൽ സൈൻസ് ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ്, സാച്ചുറേഷൻ ലെവല്, BP, പൾസ്. ഓക്കെ, ഇതൊക്കെ എന്താണ് നമ്മൾ ആഫ്റ്റർ 15 മിനിറ്റിന് ശേഷം എന്താണ് കൃത്യമായ രീതിയിൽ വൈറ്റൽ സയൻസിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, പേഷ്യന്റ് കോൺഷ്യസ് ആണോ എന്ന് അല്ലെ, റിക്കവറായി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ ബ്ലീഡിങ്ങിന്റെ ലെവൽ അല്ലെ, ബ്ലീഡിങ് കൂടുതലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, മനസ്സിലായോ? അത് ഒരു പേഷ്യന്റിനെ റിക്കവറി റൂമിലേക്ക് മാറ്റുന്ന സമയത്ത് ഏകദേശം ഒരു 50 മിനിറ്റ്സിന് ശേഷം എന്താണ് നമ്മള് പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസുകൾ, അതായത് BP, സാച്ചുറേഷൻ, പൾസസ് എന്നിവ, ആ ബയോമെട്രിക് വാല്യൂസ് എല്ലാം തന്നെ പേഷ്യന്റ് മോണിറ്റേഴ്സിൽ കൃത്യമായ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, പേഷ്യന്റ് കോൺഷ്യസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ ബ്ലീഡിങ്ങിന്റെ ലെവൽ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? Then second point, all equipment should be ready on demand. All equipment should be ready on demand. എല്ലാ ഉപകരണങ്ങളും തന്നെ എന്താണ് ഈ ഒരു റിക്കവറി റൂമിൽ എല്ലാ എക്യുപ്മെന്റ്സും തന്നെ ആവശ്യാനുസരണം തന്നെ ലഭ്യമായിരിക്കണം അല്ലെ. എപ്പോഴാണ് പേഷ്യന്റ് സർജറിക്ക് ശേഷം എന്താണ് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻസ് ചിലപ്പോൾ മാറിയെന്നും വരാം അല്ലെ. നമുക്കൊന്നും പ്രഡിക്റ്റബിൾ അല്ല.
ഇൻ കേസ് ഹെവി ബ്ലീഡിംഗ് ഒക്കെ പെട്ടെന്ന് വന്നാൽ തന്നെ എന്താണ് കൺട്രോൾ ചെയ്യുന്നതിനും എന്താണ് എക്യുപ്മെന്റ്സുകൾ പെട്ടെന്ന് തന്നെ അത്യാവശ്യമായിട്ട് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ റെസ്ട്രിക്ഷൻ ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. ഒരിക്കലും റിക്കവറി റൂമിലേക്ക് വിസിറ്റേഴ്സിനെ അനുവദിക്കാതിരിക്കുക. എന്താണ് അണുബാധ തടയുന്നതിന് വേണ്ടിയിട്ട് സന്ദർശകരെ നിയന്ത്രിച്ചേ മതിയാവും, അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസിന് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, റിക്കവറി റൂം മനസ്സിലായോ? റിക്കവറി റൂം മനസ്സിലായോ കുട്ടികളെ? മെസ്സേജ് ചെയ്യൂ. യെസ്, ഓക്കെ. ഇങ്ങോട്ട് വീണ്ടും വീണ്ടും പറയണ്ടല്ലോ, മനസ്സിലായ കാര്യങ്ങളല്ലേ? ഓക്കെ. Then responsibilities of an operating room executive secretary. Last topic. Responsibilities of an operating room executive secretary. എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് റൂമിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് കീപ് ദ ഡിപ്പാർട്ട്മെന്റ് റണ്ണിംഗ് സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി ബൈ ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിംഗ് പേഷ്യൻസ്. എന്താണ് പറയുന്നത്? ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് ആണ് ആ ഡിപ്പാർട്ട്മെന്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ, സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ കാരണം എന്താണ്? ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ മിടുക്കം അല്ലെ. അദ്ദേഹമാണ് പേഷ്യൻസിനെ ഗ്രീറ്റ് ചെയ്യുന്നത്, വെൽക്കം ചെയ്യുന്നത് ആരാണ്? ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് ആ ഡിപ്പാർട്ട്മെന്റ് നല്ല സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതും പേഷ്യൻസിനെ വെൽക്കം ചെയ്യുന്നതും ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. അതായത് പേഷ്യൻസിന് വരുമ്പോ തന്നെ എന്താണ് ഗ്രീറ്റ് ചെയ്യുന്നു, വെൽക്കം ചെയ്തതിനു ശേഷം ആളെ ഒന്ന് റിഫ്രഷ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ, ടെൻഷൻസ് ആയിരിക്കും എന്തായാലും. അപ്പൊ അതിൽ എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആളെ എന്താണ് ഫീൽ ഫ്രീ ആക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ആർക്കുള്ളത്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? Then answering questions and clear doubts. അദ്ദേഹം എന്താണ് ഏത് തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള മറുപടികൾ ക്ലിയർ ആയിട്ട്, ഡൗട്ട്സുകൾക്ക് എന്താണ് അദ്ദേഹം ക്ലിയർ ആയിട്ട് ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. ഓക്കെ, ഏതുതരം സംശയം, തിയേറ്ററുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർജറിയുമായി ബന്ധപ്പെട്ട എല്ലാത്തരം സംശയങ്ങളും അവിടെ ക്ലിയർ ചെയ്യുന്നു. Then these workers operate office equipment that include voicemail and phone system machine, copies and scanners, and also maintain an organized department supply. എന്താണ് ഇവര് ഓഫീസ് എക്യുപ്മെന്റ്സ് കാര്യത്തിലും, അതായത് ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറികൾ എന്താണ് ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ എന്താണ് വോയിസ് മെയിലുകള്, ഫോൺ സിസ്റ്റം, മെഷീൻസ്, സ്കാനേഴ്സ്, ഇതൊക്കെ എന്താണ് ഓർഗനൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ്. ഇതെല്ലാം തന്നെ ഇത്തരം വർക്കുകളാണ് ഇവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് അല്ലെ. ഒരു റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറികൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ്സുകള് ഓപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ് വോയിസ് മെയിലുകള്, ദെൻ ഫോൺ സിസ്റ്റം, മെസ്സേജസുകള്, ഇമെയിലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറികളാണ്. ദെൻ മെഷീൻസുകള്, ദെൻ സ്കാനറുകള്, അതായത് ഒരു മാനേജിംഗ് സിസ്റ്റം. അദ്ദേഹത്തിന് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ചെയ്യുന്ന എല്ലാ മാനേജിംഗ് സിസ്റ്റവും അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നു. ഓക്കെ, മെയിൽ അയക്കുന്നതും എക്യുപ്മെന്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും ദെൻ ഫോൺ സിസ്റ്റം ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിരിക്കും. ഓക്കെ, ഒരു തിയേറ്ററും ഓപ്പറേഷൻ തിയേറ്ററിനുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന ഫോൺ സിസ്റ്റവും മെഷീൻസും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. ഓക്കെ, then fourth point എന്താണ്? They accept and route message and transfer correspondence verbally or through write form. എന്താണ് പറയുന്നത്? റൂട്ട് മെസ്സേജസുകള് ആൻഡ് ട്രാൻസ്ഫർ കറസ്പോണ്ടൻസ്, അതായത് തിയേറ്ററിൽ ആവശ്യമായിട്ടുള്ള മെസ്സേജസുകൾ, എന്താണ് എമർജൻസി മെസ്സേജസുകള് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്?
അത് മെസ്സേജസ് ആയിട്ടും അതുപോലെ തന്നെ വെർബലിയുമായിട്ടും അദ്ദേഹം എഴുതി അയക്കുന്നതും ആരാണ്? റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ചുമതലകളാണ് എമർജൻസി മെസ്സേജസുകള്. ഓക്കെ. Then additional duties consist of taking specimen to the lab, helping scheduling procedures, supporting the department through updating bed status. എന്താണ് പറയുന്നത്? അതായത് ഈ ചുമതലകൾ കൂടാതെ തന്നെ അധിക ചുമതലകളായിട്ട് എന്താണ് ലാബിലെ സാമ്പിളുകൾ കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ എന്താണ് ബെഡ് സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ഇതാണ് അധിക ചുമതലകളായിട്ട് ലാബുകളിലേക്ക് സാമ്പിൾസുകൾ കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ എന്താണ് ബെഡ് സ്റ്റാറ്റസുകള് തിയേറ്ററിനുള്ള ബെഡ് സ്റ്റാറ്റസുകള് അപ്ഡേറ്റ് ചെയ്യുന്നതും ഒരു ഓപ്പറേറ്റിംഗ് റൂം സെക്രട്ടറിയുടെ ചുമതലയാണ്. They maintain cleanliness and order line like cleaning nurse station. Maintain cleanliness and order lines like cleaning nurses station. എന്താണ് പറയുന്നത്? നഴ്സിംഗ് സ്റ്റേഷൻ വൃത്തിയാക്കിയിരിക്കുന്നത് പോലെ തന്നെ എന്താണ് Maintain cleanliness and order line like cleaning nurses stations. Cleaning nurses വൃത്തിയായിരിക്കുന്നത് പോലെ തന്നെ എന്താണ് ഓപ്പറേറ്റിംഗ് റൂം സെക്രട്ടറിയുടെ ആ ഭാഗവും എന്തായിരിക്കും? എന്താണ് വളരെയധികം വൃത്തിയുള്ളതായിരിക്കും. നഴ്സിംഗ് സ്റ്റേഷൻസ് കണ്ടിട്ടുണ്ടോ? വളരെ ക്ലീൻ ആയിരിക്കില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ നഴ്സിംഗ് സ്റ്റേഷൻസ്? യാതൊരു വിധത്തിലുള്ള എക്യുപ്മെന്റ്സുകളൊന്നും തന്നെ അവര് ഇവിടെ വലിച്ചു വാരി നിൽക്കുന്നുണ്ടാവില്ല. വളരെ ക്ലീൻ ആയിട്ട് ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെയാണ് കൃത്യമായി വെക്കേണ്ടത്, അതായത് കിഡ്നി ട്രേസുകള്, അവിടെ ഉപയോഗിക്കുന്ന റെക്കോർഡ്സുകള്, പേഷ്യന്റ് ഡീറ്റെയിൽസുകള്, അതർ ഡിവൈസസ് ഒക്കെ കൃത്യമായ രീതിയിലായിരിക്കും അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നും തന്നെ അവിടെ ഇവിടെ ആയിട്ടൊന്നും കിടക്കുന്നുണ്ടാവില്ല. അപ്പൊ അതുപോലെ തന്നെ എന്താണ് ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ആ ഒരു ഭാഗവും എല്ലാം വളരെ ക്ലീൻ ആയിരിക്കും. എവിടത്തെ പോലെ തന്നെ നഴ്സിംഗ് സ്റ്റേഷൻസ് പോലെ തന്നെ ഇവിടെയും വളരെയധികം ക്ലീൻ ആയിട്ടായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് മേ ഓൾസോ ബി റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് ആൻഡ് ട്രെയിനിങ് ന്യൂ ക്ലറിക്കൽ വിത്തിൻ ദ ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറിമാരാണ് പുതിയ ക്ലറിക്കൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. എന്താണ് ഓപ്പറേഷൻ റൂം ഡിപ്പാർട്ട്മെന്റിലെ പുതിയ ക്ലറിക്കൽമാരെ നിയമിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കാണ്. ഓക്കെ. ഹലോ, പോയ എല്ലാവരും? ഏതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നുകൂടി പറഞ്ഞേ. ഏതൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത്? ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒരു OR റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ പേഷ്യൻസിനെ ഗ്രീറ്റ് ചെയ്യുക, വെൽക്കം ചെയ്യുക. മൈക്കോ വെൽക്കം ചെയ്യുക. പിന്നെന്താണ്? അവരുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ്? അവിടുത്തെ ഓഫീസ് എക്യുപ്മെന്റ്സുകൾ, അതുപോലെ തന്നെ ഫോൺ സിസ്റ്റം, മെഷീൻസ്, സ്കാനേഴ്സുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? റൂം എക്സിക്യൂട്ടീവ് ആണ്. പിന്നെന്താണ്? വരുന്ന മെയിൽസുകള്, മെസ്സേജസുകളൊക്കെ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് ഓറലിയും അതുപോലെ തന്നെ വെർബലിയും അദ്ദേഹം റിപ്ലൈ കൊടുക്കുന്നു. അഡീഷണൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ? ലാബില് അല്ലെ, പ്രത്യേകം ലാബുകളിലേക്ക് കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ എന്താണ് ബെഡിങ് സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. നഴ്സിംഗ് സ്റ്റേഷൻ ക്ലീൻ ആയി കിടക്കുന്നത് പോലെ തന്നെ എന്താണ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഭാഗവും ക്ലീൻ ആയിരിക്കണം, ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെന്താണ്? പുതിയ ക്ലറിക്കൽമാരെ നിയമിക്കുന്നതും ആരാണ്? ഒരു
എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? യെസ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഒരു ഓപ്പറേഷൻ റൂമിന്റെ ഫുൾ കൺട്രോളും ആരുടെ കയ്യിലാണ്? ഈ ഓപ്പറേഷൻ റൂം സെക്രട്ടറിയുടെ കയ്യിലാണ്. അദ്ദേഹമാണ് അവരുടെ ഓവറോൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ദിസ് ചാപ്റ്റർ ഈസ് ഓവർ. ചാപ്റ്റർ 14 കംപ്ലീറ്റ് ആയി കേട്ടോ. ഇടയ്ക്കൊന്നും ഒരു ഡിസ്റ്റർബൻസ് വന്നത്, ഞാൻ പല്ലില് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ചില വേർഡ്സിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞു പോണേ, ക്ഷമിക്കണേ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് നിങ്ങളോട് എടുത്തു വെക്കാൻ പറഞ്ഞിരുന്നില്ലേ? എന്തായിരുന്നു? ഹോസ്പിറ്റൽ വാർഡ്സ് അല്ലേ? ചാപ്റ്റർ നമ്പർ 10 ആണോ? യെസ്, ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്സ്. PDF ഇവിടെ വരുന്നില്ല കേട്ടോ, ഒരു സെക്കൻഡ്. നിങ്ങൾ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല എടുത്ത് വെക്കണമെന്ന്. ഓക്കെ, ഓക്കെ, കാണാമോ? ഇപ്പൊ സ്ക്രീനിൽ കാണാമോ? ഓക്കെ, ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്സ്. യെസ്, നമുക്ക് തുടങ്ങി വെക്കാം കേട്ടോ. യെസ്, എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞാല്? ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കി മനസ്സിലായി. A ward is a room in a hospital where beds are arranged for many people. Often people who need similar treatment. Stay can be long-term or short-term depending upon the severity of condition. എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞാല്? വാർഡ് ഇസ് എ റൂം അല്ലെ? വാർഡ് എന്ന് പറഞ്ഞാൽ പല റൂമുകളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കും അല്ലെ? പലതരത്തില് ബെഡ്സുകൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കും ഒരു വാർഡ് എന്ന് പറയുന്നത് അല്ലെ? ഓരോ വാർഡിൽ എന്താണ് നിരവധി ആളുകൾക്ക് ട്രീറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? ലോങ് ടേമോ ഷോർട്ട് ടേം ആയിരിക്കാം. അതായത്
ഒന്നോ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസമോ ആയിരിക്കാം. എങ്ങനെയായിരിക്കാം അത് കണ്ടുപിടിക്കുന്നത്? രോഗിയുടെ കണ്ടീഷൻസ് അനുസരിച്ച്, പേഷ്യന്റിന്റെ രോഗത്തിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഒരു വാർഡിൽ ആ പേഷ്യന്റ് എത്ര ദിവസം താമസിക്കണമെന്ന്, അല്ലെ, എത്ര ദിവസം അഡ്മിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഒരു വാർഡ് എന്ന് പറഞ്ഞാല്? വാർഡ് ഇസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ വേർ ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾ, അല്ലെ. വാർഡ് എന്ന് പറയുന്നത് ഒരുപാട് റൂമുകള് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള, ഒരുപാട് ബെഡ്സുകളായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ്. അവിടെ ഒരുപാട് ആളുകൾക്ക്, പേഷ്യൻസിന് ട്രീറ്റ് ചെയ്യാനുള്ള സൗകര്യം വാർഡില് ഉണ്ടായിരിക്കും. ഒരു വാർഡിൽ ഏകദേശം എത്ര ബെഡ്സുകൾ ഉണ്ടായിരിക്കും ഒരു വാർഡില്? താലൂക്ക് ഹോസ്പിറ്റലുകളൊക്കെയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം നമുക്ക്. അവിടെ ഒരു വാർഡില്, ഒരു ജനറൽ വാർഡില് എത്ര ബെഡ്സുകൾ ഉണ്ടാവും? യെസ്, 30 ബെഡ്സുകൾ, അല്ലെ. നിങ്ങൾ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചല്ലേ? ഹെൽത്ത് കെയർ സിസ്റ്റം പഠിച്ചല്ലേ? ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, യെസ്, ഏകദേശം 30 ബെഡ്സ് എങ്കിലും ഒരു വാർഡില് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് രോഗിയുടെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കാം ആ വാർഡില് ദിവസം അഡ്മിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഡെഫിനിഷൻ മനസ്സിലായല്ലോ? എന്താണ് ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? യെസ്. ദെൻ നിങ്ങളുടെ കയ്യില് നെക്സ്റ്റ് വരുന്ന ടൈപ്സ് ആണോ വരുന്നത്? PDF-ല് പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ് തന്നെയാണോ വരുന്നത്? എല്ലാവരുടെയും പർപ്പസ് ആണ്. ഓക്കെ, എന്റെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം. ഓക്കെ, ദ പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ് എന്താണ്? എന്തൊക്കെ പർപ്പസ് ആണ് ഹോസ്പിറ്റൽ വാർഡിലുള്ളത്? എന്തൊക്കെ യൂസസ് ആണ്, അല്ലെ? ഓക്കെ, ഫസ്റ്റ് എന്താണ്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ്? രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമാണ് എന്ത് വാർഡിന്റെ പർപ്പസ് എന്ന് പറയുന്ന രോഗം നിർണയിക്കാനും ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് വാർഡുകൾ ഉപയോഗിക്കുന്നത്. പ്രൊമോട്ടിംഗ് ഹെൽത്ത് എന്താണ്? ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ടീച്ചിങ് എന്താണ്? ടീച്ചിങ് എന്തുമായി വരുന്നു? ഒരു വാർഡിൽ എന്തിനെ പറ്റി അറിയാൻ പഠിക്കുന്നത്? അപ്പൊ പർപ്പസ് എന്തായിരിക്കും ഒരു വാർഡിന്റെ? എന്താണ് ടീച്ചിങ് എന്ന് പറയുമ്പോ? ഒരു മെഡിക്കൽ കോളേജ് ആണ് നിങ്ങളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മെഡിക്കൽ കോളേജ് ആണെങ്കിൽ യെസ്, നഴ്സസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, യെസ് അല്ലെ, നഴ്സസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഇത്തരം വാർഡുകൾ ഉപയോഗിക്കുന്നു. ഓക്കെ, റിസർച്ച് എന്താണ്? നഴ്സസ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റുഡൻസിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, മെഡിക്കൽ സ്റ്റുഡൻസുകൾ. ഓക്കെ, റിസർച്ച് എന്താണ്? രോഗങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെ. രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഗവേഷണം വേണ്ടിയിട്ട്. Then render professional nursing and medical care to patient. Render professional nursing and medical care to patients. രോഗികൾക്ക് പ്രൊഫഷണൽ വൈദ്യപരിചരണം നൽകുന്നു, അല്ലെ. ഒരു വാർഡിലാണ് പ്രൊഫഷണൽ നഴ്സസ് രോഗികളെ പരിചരിക്കുന്നത്. ഓക്കെ, രോഗികൾക്ക് പ്രൊഫഷണൽ നഴ്സിംഗ് വൈദ്യപരിചരണം നൽകുന്നു. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ്? പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്, എസെൻഷ്യൽ ഡ്രഗ്സ് ആൻഡ് all other stores requirements for patient care
in an organized manner, provide necessary equipments, essential drugs, and all other stores requirements for patient care in an organized manner. എന്താണ് ഒരു രോഗപരിചരണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും അതുപോലെ തന്നെയാണ് എന്താണ് മറ്റ് മരുന്നുകൾ, ഡ്രഗ്സ് ഇൻഡസ്ട്രിയിൽ എന്താണ് അവിടെ മറ്റ് മരുന്നുകളും എല്ലാ സ്റ്റോറുകളും അവിടെ എന്താണ് എല്ലാം തന്നെ അവിടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് രോഗപരിചരണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും മരുന്നുകളും തന്നെ എന്താണ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. പേഷ്യൻസിന് വേണ്ടിയിട്ട്, പേഷ്യന്റ് കെയറിന് വേണ്ടിയിട്ട് ആ ഒരു ഓർഗനൈസ്ഡ് മാനറില് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളും ഡ്രഗ്സുകളും മരുന്നുകളും അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ എന്തൊക്കെ പേർപ്പസ് ആണ് ഒരു ഹോസ്പിറ്റൽ വാർഡിലുള്ളത്. എനി ഹോസ്പിറ്റൽ വാർഡ്സ് കേട്ടോ. എന്തൊക്കെയാണ്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗം നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും. പ്രൊമോട്ടിംഗ് ഹെൽത്ത്, എന്താണ് ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും. ദെൻ ടീച്ചിങ് എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിക്കൽ സ്റ്റുഡൻസിന്റെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് വിധേയമാക്കുന്നത്. റിസർച്ച് എന്താണ്? പ്രത്യേകമായിട്ടുള്ള രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങള് ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്, എന്താണ് രോഗികൾക്ക് പ്രൊഫഷണൽ നഴ്സിംഗ് വൈദ്യപരിചരണം നൽകുന്നു. അതായത് അവരെ നന്നായിട്ട് പരിചരിക്കുന്നു, നേഷൻസ് കെയർ കൊടുക്കുന്നു. Provide necessary equipments, essential drugs, and all other stores requirements for patients care in an organized manner. എന്താണ് രോഗപരിചരണത്തിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എവിടെയാണ്? ഹോസ്പിറ്റൽ വാർഡിലാണ്. ഓക്കെ, പർപ്പസ് എന്താന്ന് മനസ്സിലായോ? പർപ്പസ് എന്താന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി ഒരു ഹോസ്പിറ്റലിലെ എന്തെല്ലാം ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഏതൊക്കെയാണ്? കോൺസ്റ്റൻസ് ഓഫ് വാർഡ് സ്പേസ്. കോൺസ്റ്റൻസ് ഉദ്ദേശിക്കുന്ന ഘടകങ്ങൾ. ഹോസ്പിറ്റൽ സ്പേസിൽ എന്തെല്ലാം ഘടകങ്ങൾ, സെപ്പറേറ്റ് ഘടകങ്ങൾ ഉണ്ടായിരിക്കാം. ഏതൊക്കെയാണ്? പേഷ്യൻസ് സ്പേസ് ഉണ്ടാവും അല്ലെ, പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവാം. നഴ്സിംഗ് സ്പേസ് ഉണ്ടാവും അല്ലെ, നഴ്സുമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്പേസുകള്. കോറിഡോർസ്, എന്താണ് കോറിഡോർസുകള്? ഹോസ്പിറ്റലിലുള്ള ഇടനാഴികൾ കണ്ടിട്ടില്ലേ? കോറിഡോർസ് കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റൽ കോറിഡോർസ്. ഹലോ, കേൾക്കുന്നില്ലേ? യെസ്, ഈ 3 സ്പേസസ് ആണ് പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റലില് ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു വരാന്ത, കോറിഡോർ എന്ന് പറഞ്ഞാൽ വരാന്തകൾ അല്ലെങ്കിൽ ഇടനാഴി എന്നർത്ഥം. ഓക്കെ, ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് എ വാർഡ് സ്പേസിൽ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂൻസ് ഒക്കെ ഉണ്ടാവും? പേഷ്യന്റ് സ്പേസ് ഉണ്ടാവും, നേഴ്സിംഗ് സ്പേസ് ഉണ്ടാവും, കോറിഡോർസ് ഉണ്ടാവും. ഓക്കെ, ടൈപ്പ് ഓഫ് വാർഡ്സ് അതും കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. ടൈപ്പ് ഓഫ് വാർഡ്സ്, ഏതൊക്കെ തരത്തിലുള്ള വാർഡ്സുകളാണുള്ളത്? പ്രധാനമായും 2 ടൈപ്സ് ഉള്ള വാർഡുകളാണുള്ളത്. ഇതൊക്കെയാണ് ജനറൽ വാർഡും സ്പെഷ്യലൈസ്ഡ് വാർഡും. ജനറൽ വാർഡ്സുകളും സ്പെഷ്യലൈസ്ഡ് വാർഡുകളും. ജനറൽ വാർഡിലാണ് എന്തുള്ളത്? എല്ലാ അസുഖങ്ങൾക്കും ഉള്ളതാണ് എന്ത്? ജനറൽ വാർഡ്സ് എന്ന് പറയുന്നത് അല്ലെ. അതും എന്തൊക്കെ ഉണ്ടാവാം? ഒരു ജനറൽ വാർഡിൽ എന്തെല്ലാം ഉണ്ടാകാം? ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസ് ഉണ്ടാവാം ജനറൽ വാർഡില്? ഒരു ജനറൽ വാർഡില് യെസ്, ഫീവർ, വോമിറ്റിംഗ്, ഫീവർ, ആക്സിഡന്റ്, ഓക്കെ, എല്ലാം ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ജനറൽ വാർഡിലെ എല്ലാ കാര്യങ്ങളും ജനറൽ വാർഡിലെ ഡീഹൈഡ്രേഷൻ, ഡയേറിയ, ഹെഡേക്ക് എല്ലാം അല്ലെ. നമുക്ക് പറഞ്ഞ സാധാരണ എല്ലാ അസുഖങ്ങളിലും എന്താണ് ജനറൽ വാർഡില് ഉൾപ്പെടുന്നതാണ്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് വാർഡിന്റെ പ്രത്യേകത എന്തായിരിക്കാം? സ്പെഷ്യലൈസ്ഡ് വാർഡിന്റെ പ്രത്യേകത
അത് ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വാർഡ്സുകളായിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ സ്പെഷ്യലൈസ്ഡ് വാർഡിന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? സ്പെഷ്യലിസ്റ്റ് വാർഡുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഓരോ രോഗങ്ങൾക്കും പ്രത്യേകം വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള വാർഡ്സുകളാണ് അല്ലെ. പ്രത്യേകമായെന്ന് പറയുമ്പോൾ എന്താണ്? സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട ഡിപ്പാർട്ട്മെന്റുകളാണ് എന്ത്? സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ് ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്, ഓങ്കോളജി, then nephrology, dialysis, cardiology and CTVS, neurology, medicine, then ophthalmology. ഇതാണ് സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. മറ്റനേകം ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് പഠിക്കാനുള്ള ഇത്തരം സ്പെഷ്യലൈസ്ഡ് വാർഡ്സുകളെ കുറിച്ചാണ്. അപ്പൊ ഇതിന്റെ ഓരോ എക്സ്പ്ലനേഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. എന്താണ് ഗൈനക്കോളജി, എന്താണ് ഓങ്കോളജി എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് വരെ നിങ്ങൾ നോക്കിയിട്ട് വരിക. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ ആണോ? ഇതിന് സംശയം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മൾ എന്നാ കാണുന്നത്? മൺഡേ അല്ലേ? ഓക്കെ, താങ്ക് യു. ഇനി എന്റെ പീരീഡ് മൺഡേ അല്ലേ കുട്ടികളെ? മൺഡേയും വെൻസ്ഡേയും നമ്മൾ കാണാറുള്ളത്. ഓക്കെ, അപ്പൊ കാണാം. ബൈ.